ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാനമായ ഒരേടാണ് 1721 ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരായ ആറ്റിങ്ങൽ കലാപം. 1721 സായുധരായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥർക്കെതിരെ തദ്ദേശീയമായ ആയുധങ്ങളുമായി നാട്ടുകാർ ആക്രമണം നടത്തുന്നത്. കുറഞ്ഞത് 140 ബ്രിട്ടീഷുകാരെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഉമയമ്മ റാണിയുടെ ഭരണകാലത്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങലിലെത്തുന്നതും വ്യാപാരം ശക്തമായി തുടങ്ങുന്നതും. 1694 ജൂൺ മാസം 29 തീയതി ഉമയമ്മ റാണി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട നിർമ്മിക്കുവാനും കുരുമുളക് ഉൾപ്പെടെയുള്ള ഇതര നാണ്യവിളകളുടെ കുത്തക സംഭരണത്തിനും വ്യാപാരത്തിനും അനുമതി നൽകുകയും ചെയ്തു. കോട്ടയുടെ പണി പൂർത്തിയായി. ഇത് പ്രാദേശികമായ ചില എതിർപ്പുകൾക്കും കാരണമായി. ഈ കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു കമ്പനിയുടെ പല കച്ചവടങ്ങളും നടന്നിരുന്നത്. ഇവരുടെ പല നടപടികളോടും അന്ന് നാട്ടുകാർക്ക് അമർഷമുണ്ടായിരുന്നു. നാട്ടുകാരിൽ നിന്ന് നേരിട്ട് ചരക്കെടുക്കാനുള്ള അനുമതി ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷ് കമ്പനിക്ക് നൽകിയതാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥരുടെ അഹങ്കാരവും കുരുമുളക് വിൽപ്പനയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണവും നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിന് കാരണമായി. അഞ്ചുതെങ്ങിൽ ഫാക്ടറി സ്ഥാപിതമായതു മുതൽ ബ്രിട്ടീഷുകാർ വർഷം തോറും അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്ന് വിലയേറിയ സമ്മാനങ്ങൾ രാജ്ഞിക്ക് സമ്മാനമായി നൽകിയിരുന്നു. 1721 ഏപ്രിൽ 15 ഒരു വിഷുദിനത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ ക്യാപ്റ്റൻ വില്യം ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ വാർഷിക കപ്പവുമായി റാണിയെ മുഖം കാണിക്കാൻ ആറ്റിങ്ങലിലെ കൊട്ടാരത്തിലെത്തി. നാട്ടുകാരുടെ അപ്രതീക്ഷിതമായ ആക്രമണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കണക്കുകൂട്ടലുകളെയെല്ലാം തകർത്തെറിഞ്ഞു. അവരിലേറെയും കൊല്ലപ്പെട്ടു. പ്രാദേശികരായ യോദ്ധാക്കളുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ബ്രിട്ടീഷുകാർക്ക് അടിപതറി. ക്യാപ്റ്റൻ വില്യം ഗിഫോർഡ് ഉൾപ്പെടെ മുഴുവൻ പേരും മരിച്ചതായാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അഞ്ചുതെങ്ങ് കോട്ട തിരിച്ചെടുത്ത നാട്ടുകാർ മാസങ്ങളോളം കോട്ടയുടെ നിയന്ത്രണം കയ്യിൽ വെച്ചിരുന്നു. ഇന്ന് ആറ്റിങ്ങൽ കലാപം ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം പരിമിതമായി കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പോരാട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിദേശ ശക്തികൾ എത്രയൊക്കെ വലിയവരായാലും ജനങ്ങൾ ഒരുമിക്കുമ്പോൾ അവർക്ക് അതിനെ ചെറുക്കാനാകും. രാജ്യത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം വളരെ ആവേശകരമായ ഒരേട് തന്നെയാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് വഴിയൊരുക്കിയ കർണാട്ടിക് യുദ്ധങ്ങൾക്കും ബംഗാൾ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെ നടന്ന പ്ലാസി യുദ്ധത്തിനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വേണാടിലെ ആറ്റിങ്ങലിലെ ജനങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാനും പാരതന്ത്ര്യം അടിച്ചേൽപ്പിക്കാനുമുള്ള വെള്ളക്കാരുടെ ശ്രമങ്ങൾക്കെതിരെ നടത്തിയ രക്തപങ്കിലമായ കലാപം തന്നെയായിരുന്നു ആറ്റിങ്ങൽ കലാപം. ഒരു നാടിന്റെ അഭിമാനം അതിന്റെ ചരിത്രത്തിലും കലാപങ്ങളിലും സൂക്ഷിക്കപ്പെടുന്നു. ആറ്റിങ്ങൽ കലാപം അതൊരു കലാപമല്ല, ഒരു ജനതയുടെ ഉണർവായിരുന്നു.